സുമാസനൻ ബാബു, ഡാൻസ് ടീച്ചർ, ബ്യൂട്ടീഷ്യൻ കൂടാതെ ക്രാഫ്റ്റ് ട്രെയിനറും. ഏവർക്കും എൻ്റെ സൂര്യ ക്രാഫ്റ്റ് ചാനലിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റവുമായിട്ടാണ്. അത് പ്രത്യേകിച്ച് എല്ലാ അമ്മമാരും കുട്ടികളും കാണേണ്ടതാണ്. എന്തെന്നാൽ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിന് 5 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് നമുക്ക് കോമ്പറ്റീഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് മിക്കതും ഞാനിവിടെ കാണിക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ മുട്ടത്തോട് എങ്ങനെ ഫ്ലവർ ആക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: മുട്ടത്തോട് വേണം, ബ്രഷ് ഈർക്കൽ വേണം, കത്രിക വേണം, പെയിൻറ് വേണം, ഈർക്കിലൊട്ടിക്കാനുള്ള പച്ച ടേപ്പ് വേണം, ഗ്ലൂ ഗൺ വേണം. എങ്കിൽ നമുക്ക് കണ്ടു നോക്കാം. അത് ഈ മുട്ടത്തോടിൽ ഗ്ലൂ ഗൺ പശ വെച്ചു. ഈർക്കൽ പശ വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് ഒട്ടും. രണ്ട് മിനിറ്റ് 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഫ്രൈ ആയിട്ട് നമുക്കത് കളർ അടിക്കാം. ബാക്കി കൂടെ ഒട്ടിക്കട്ടെ. ഞാൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിൽ കളർ വരട്ടാം. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കളറൊക്കെ ചെയ്യുന്നു. എനിക്കിഷ്ടമുള്ള കളറുകളെല്ലാം ചെയ്യാൻ പറ്റും. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എല്ലാം സ്കൂളിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിന് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, കോമ്പറ്റീഷനൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാ അമ്മമാരും ഇത് കണ്ടിട്ട് മക്കളെ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിന് വിടുക. ഇനി വേറെ കളർ ഫ്രൈ ആകുമ്പോഴത്തെ അടുത്ത കളർ വെക്കാം. അങ്ങനെ എല്ലാത്തിനും നമ്മൾ കളർ ചെയ്യുക. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ബാക്കി ഇരിക്കുന്നതിനോട് നമ്മൾ കളർ അടിക്കുക. 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ഇത് ഫ്രൈ ആവട്ടെ. അപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഷെയ്ഡ് കൊടുക്കാം. ഒരേ കളറിനനുസരിച്ച് ചോയ്സ് അനുസരിച്ച് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെറിയൊരു കളർ കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും നമ്മൾ അതേപോലെ ഡിസൈൻ ചെയ്യട്ടെ. ബാക്കിയുള്ളതിനും കൂടെ ഡിസൈൻ ചെയ്യും. ഈ ഈർക്കലിൻ്റെ ഇത് നമുക്ക് ലീഫിന് കണ്ടല്ലോ. ഇതെല്ലാം ഇന്ന് ഫ്രൈ ആവട്ടെ. അതിന് ബാക്കിയുള്ളതിനോടെ നമുക്ക് അടിക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പം ഇച്ചിരി ഫെവിക്കോൾ വറുത്തതാണ്. എന്നാൽ ഇതിൻ്റെ ഇച്ചിരി പശ പോയിട്ടുണ്ട്, കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഫെവിക്കോൾ വറുത്തന്നെ. എല്ലാത്തിലും ഫെവിക്കോൾ വറുത്തിട്ട് നമുക്കിത് ഒട്ടിക്കാം. അതിനായിട്ട് പെട്ടെന്ന് ആവശ്യമില്ല. എൻ്റെ അതിനകത്ത് ഇച്ചിരി പശ കുറവാണ്. അങ്ങനെ എല്ലാ ഈർക്കലിലും നമ്മൾ ചുറ്റി ഒട്ടിക്കണം. ഫ്രൈ ആവാനുണ്ട്. ഇത് ഞാനിങ്ങനെ നേരത്തെ ഉള്ളതിനകത്തൊക്കെ ചുറ്റിയിട്ട് ഞാനിവിടെ സൂക്ഷിക്കാതെ വെച്ചിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഗ്ലൂ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫെവിക്കോൾ പരത്തേണ്ടത്. അല്ലെങ്കിൽ ഫെവിക്കോൾ പരത്തേണ്ട ആവശ്യമില്ല നമുക്ക്. ഇപ്പം ഇത് ഈ ടേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് പച്ച തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ ഫെവിക്കോൾ പരത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ പച്ച ക്രേ പേപ്പർ ഉണ്ടെങ്കിൽ, ഫ്ലവറൊക്കെ ഒട്ടിക്കുന്ന ക്രേ പേപ്പർ ഉണ്ട്, ഫ്ലവർ ഉണ്ടാക്കുന്നത് ആ ക്രേ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. പെട്ടെന്നാണ്. നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഈ തോട് കളയേണ്ട ആവശ്യം. നമുക്ക് ഏതെല്ലാം സൈസിലെ ഡിസൈന് ഫ്ലവർ ഉണ്ടാക്കാമെന്നറിയാമോ? നമ്മൾ കടയിലൊന്നും പോയി ഫ്ലവറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം, ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അങ്ങനെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പം തൽക്കാലം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നൊരു ഫ്ലവർ വേസാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ജ്യൂസോ അങ്ങനെ എന്തോ വാങ്ങിച്ചൊരു
പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് ഞാനൊരു ഫ്ലവർ വേസ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. കാര്യം ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തോട്ട് വെക്കണ്ടായോ, അത് അലങ്കരിക്കാൻ വേണ്ടി പിന്നെ ഒരു ഫ്ലവർ വേസ് വാങ്ങിക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനം കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കുക. ഇനി ഞാൻ പുതിയൊരു ഐറ്റവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.